നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് പുതിയൊരു വീഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത്. സ്കിൻ നല്ലപോലെ തിളങ്ങാൻ വേണ്ടി സഹായിക്കുന്നതാണ്. നമ്മുടെ ഇതിൽ പ്രത്യേകിച്ച് ചേർക്കണത് എന്താ പുതിയൊരു ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമ്മുടെ സ്കിൻ നല്ലപോലെ ഗ്ലോ തരാൻ സഹായിക്കുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്ക് വരെ നമ്മൾ എന്താ പറയുക, തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ സ്കിന്നൊക്കെ ഒന്ന് നല്ലപോലെ അവരുടെ ബോഡി മൊത്തം ഒരു മസാജൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ എല്ലാ വീട്ടിലും തേങ്ങ ഉണ്ടാവും, തേങ്ങയില്ലാത്ത ഒരു വീടുമില്ല. അത്രയും നല്ലൊരു അടിപൊളി പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്കിൻ നല്ലപോലെ കളർ വരും, എന്നൊരു തിളക്കം നമ്മുടെ മുഖത്ത്. എപ്പോഴും ചിലരുടെ സ്കിന്ന് കണ്ടിട്ടില്ലേ, പ്രത്യേകം ഒരു തിളക്കം ഉണ്ടാവും. നമ്മളിപ്പോൾ ഫേസിൽ മേക്കപ്പ് ഒന്നും ഇടാതിരിക്കുമ്പോഴും തിളക്കമുള്ളൊരു സ്കിന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പാക്ക് ഏറ്റവും ഉപകാരമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് എപ്പോഴും ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളും കരിമങ്കല്ലും ഇങ്ങനെയുള്ളതൊക്കെ കുറഞ്ഞ് പൂർണ്ണമായും മാറാൻ ഈ പാക്ക് നമ്മളെ സഹായിക്കും. ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാത്തതാണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളാണ്. സ്കിൻ നല്ലപോലെ വെളുക്കാൻ സഹായിക്കും. വെളുക്കണേക്കാളും ഉപരി നമ്മൾ വെളുത്തിട്ടണിച്ചാലും കറുത്തിട്ടണിച്ചാലും ചിലവർ പറയില്ലേ, മുഖത്തിൻ്റെ ഒരു തിളക്കാണ് എനിക്ക് ആവശ്യം, ഒരു ഗ്ലോ വേണം എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഇത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണത്, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ട്, എൻ്റെ പേര് ദീപ എന്നാൽ ഞങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുപയറാണ് ആവശ്യമെന്ന്. ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഫേസിനും കഴുത്തിനും കുളിക്കണ സമയത്ത് കുളിക്കാനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഫേസ് നല്ലപോലെ തിളക്കം വരും നമ്മൾ ഈ ചെറുപയർ ഉപയോഗിക്കുമ്പോൾ. നമ്മൾ ചെറുപയർ പൊടി നമ്മൾ ഉപയോഗിക്കാറില്ലേ, അതുപോലെ തന്നെയാണ്. അതിനേക്കാളും ഒരു കൂടുതൽ റിസൾട്ട് നമുക്ക് ഈ ചെറുപയർ വേവിച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ എന്തിനെങ്കിലുമൊക്കെ വേവിക്കുമ്പോൾ നിങ്ങളിതുപോലെ എടുത്ത് കുറച്ച് അരച്ച് വെച്ചാൽ മതി. അപ്പോൾ ചെറുപയർ ഇട്ടു. ഇനി നമുക്ക് ആവശ്യം നിങ്ങളുടെ അടുത്ത് പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഉള്ളൂ കേട്ടോ പച്ചമഞ്ഞൾ ഇതിലേക്ക് വേണം. പച്ചമഞ്ഞൾ ഇല്ലാത്തവരും നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ചതുണ്ടെച്ചാൽ ഇടാം കേട്ടോ. അപ്പം ഞാനിവിടെ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അതിൽ പുഴക്കി എടുക്കണതാണ്. എനിക്ക് ആവശ്യത്തിനുള്ളതൊക്കെ അങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ ഇത്ര പോകുന്നൊരു കഷ്ണം മഞ്ഞൾ ഇട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞൾ പൊടി ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഇടാം, ഏതാണെന്ന് വെച്ചാൽ ഇടാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യം നാളികേര പാലാണ്. അത് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. കുറച്ച് നാളികേരത്തിൻ്റെ പാല് നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണിന് 1 ടേബിൾ സ്പൂണോളം നാളികേരത്തിൻ്റെ പാല് തീർച്ചയായും വേണം കേട്ടോ. നാളികേര പാൽ ഇടാൻ മറക്കരുത്. നാളികേരം ഇതിലിപ്പോൾ തേങ്ങാപ്പാൽ കുറവായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പിഴിഞ്ഞു വെച്ചൊന്നുമില്ല. മിക്സിയുടെ ജാറിലേക്ക് ഞാനിതാ പിഴിയുകയാണേ. അപ്പോൾ നാളികേരപ്പാൽ നമുക്ക് നല്ല കട്ട 1 പാലാണ് ഞാൻ ഒഴിക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ ധാരാളമായി. സ്കിൻ നല്ല പോലെ തിളക്കം വരാൻ തേങ്ങാപ്പാൽ നമ്മളെ സഹായിക്കും. നല്ല മോയ്സ്ചറായിരിക്കും മുഖത്തിന് നല്ല തിളക്കാണ് തേങ്ങാപ്പാൽ ഇടുമ്പോൾ. എപ്പോഴും ഒരു ഗ്ലോ നമ്മുടെ മുഖത്ത് ഉണ്ടാവും തേങ്ങാപ്പാൽ ഇടുമ്പോൾ കേട്ടോ. നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ വെച്ച് മസാജൊക്കെ ചെയ്യണില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാത്തവരാണ് നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ തേങ്ങാപ്പാൽ ദിവസവും നമ്മൾ എന്തിനെങ്കിലും ആവശ്യത്തിന് എടുക്കുമ്പോൾ 1 സ്പൂൺ എടുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ സ്കിന്നിൽ നല്ലൊരു മസാജ് കൊടുത്താൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ തിളക്കം എന്നും നിലനിൽക്കും കേട്ടോ. അപ്പോൾ വെറും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. കിച്ചണിലുള്ളത് മാത്രമാണ്. പിന്നെ പച്ചമഞ്ഞളാണ് നമുക്ക് ആവശ്യം. പച്ചമഞ്ഞൾ കിട്ടുന്നത് ഏറ്റവും നല്ലതാണ്. പച്ചമഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വീട്ടിൽ പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക. ചിലവർക്ക് മഞ്ഞൾ അലർജി എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെയുള്ളവർ മഞ്ഞൾ ഇടണ്ട. ഒരു പിഞ്ച് വല്ലും പൗഡർ ഇടുകയാണെന്ന് വെച്ചിട്ടോ സ്കിന്നിന് നല്ല പോലെ ഒരു ഗ്ലോയും അതുപോലെ തന്നെ മഞ്ഞ കളർ പിടിക്കില്ലേ നമ്മൾ ഇത്ര ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ. ചിലവർക്ക് മഞ്ഞൾ തന്നെ തേക്കുമ്പോഴാണ് മഞ്ഞളിൻ്റെ അലർജി വരുന്നത്. ഇത്രയും ഐറ്റംസിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾ ഇടുമ്പോൾ അവർക്ക് ഒരു അലർജി ഉണ്ടാവാറില്ല. സത്യം പറഞ്ഞാൽ പച്ചമഞ്ഞൾ ആദ്യം എനിക്ക് ഭയങ്കര സ്കിന്നിൽ അലർജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പച്ചമഞ്ഞൾ തന്നെ തേക്കുമ്പോഴാണ് ആ പ്രശ്നം. നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രശ്നമേ വരില്ല. അതുപോലെ തന്നെ പച്ചമഞ്ഞൾ നല്ല കളർ അല്ലാത്തതുകൊണ്ട് എൻ്റെ മഞ്ഞ കളർ കൂടുതലായിട്ട് വന്നിട്ടുമില്ല. അല്ലെച്ചാൽ നല്ല മൂത്ത, ഇപ്പോൾ നമുക്ക് മഞ്ഞളൊക്കെ പെറുക്കുന്ന സമയമല്ലേ, ആ സമയത്ത് നമ്മൾ മൂത്ത മഞ്ഞൾ എടുക്കണമെന്ന് വെച്ചാൽ ഇതിൽ ഒരു ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതി, നല്ല മഞ്ഞ കളറായിരിക്കും. നമ്മുടെ സ്കിന്നിക്ക് ആ മഞ്ഞ കളർ പിടിക്കില്ല, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കുറച്ച് പൊടി ഇടുക. എനിക്ക് പച്ചമഞ്ഞളാണ് ഇഷ്ടം. ശരിക്കും ഇതിലിപ്പോൾ മണക്കുമ്പോഴും നമുക്ക് ഏറ്റവും മുന്തി നിൽക്കുന്നത് പച്ചമഞ്ഞളിൻ്റെ മണമാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അത് വേറൊന്നുമല്ല, മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ആവശ്യം, അരിപ്പൊടിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് അരിപ്പൊടി ചേർക്കുക. അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ചെറുപയർ നമ്മൾ പച്ചയ്ക്ക് പൊടിച്ചിട്ട് നമ്മൾ എല്ലാവരും കുഞ്ഞു മക്കൾക്ക് വരെ നമ്മൾ തേക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ചെറുപയർ. അതിൻ്റെ ഇത് എല്ലാവർക്കും അറിയാം. കുഞ്ഞുങ്ങളുടെ സ്കിൻ നല്ല തിളക്കമായിരിക്കും. നമുക്ക് ഏത് സ്കിന്നിനും ചേരുന്നതാണ് ചെറുപയർ. അപ്പോൾ അങ്ങനെ അഥവാ നിങ്ങൾക്ക് ചെറുപയർ, ചിലവർക്ക് സ്കിൻ അലർജി ഉണ്ടാക്കുന്നവർക്ക് ഒരു അലർജി ഇല്ലാതെ നമുക്ക് വേവിച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കഴിയുമ്പോൾ ആ ഒരു ഇതും പോവും. നല്ല സ്കിൻ നല്ല അടിപൊളിയായിട്ട് സ്മൂത്താവും. തേങ്ങാപ്പാലാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഗ്ലോ തരാൻ നല്ലതാണ്, മോയ്സ്ചറൈസിങ്ങിന് നല്ലതാണ്. ചിലവരുടെ ഡെയിലി നമ്മൾ ഇപ്പോൾ എന്തിനെങ്കിലും തേങ്ങാപ്പാൽ, സത്യം പറഞ്ഞു പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു. നമ്മൾ തേങ്ങ ചേർക്കുമല്ലോ, തേങ്ങ ചേർക്കുമ്പോൾ നമ്മൾ കുറച്ചെടുത്തിട്ട് മുഖത്തൊരു മസാജ് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അന്ന് മൊത്തം നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറായിരിക്കാൻ സഹായിക്കും. ഇനി ഓയിലി സ്കിന്നായിട്ട് ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച്, ഞങ്ങളിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നിങ്ങൾക്ക് 1 സ്പൂണ്, ചെറിയ കുഞ്ഞ് സ്പൂണിന് 1 സ്പൂണ് മാത്രം തേങ്ങാപ്പാൽ ഇട്ടാൽ മതി. ചിലവർക്കൊരു ധാരണയുണ്ട് ഓയിലി സ്കിന്നുകാരുടെ സ്കിന്ന് മോയ്സ്ചറായി ഇരിക്കേണ്ട എന്നുള്ളൊരു. അങ്ങനെയേ അല്ല. ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും എല്ലാവർക്കും മോയ്സ്ചറായിട്ട് മുഖം ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മുഖത്ത് മുഖക്കുരുവൊന്നും വരില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കാം. മുഖത്ത് തേച്ച് ഇത് കഴുത്തിലും നമുക്ക് കുളിക്കുമ്പോൾ വരെ നമുക്ക് സോപ്പ് മാറ്റി വെച്ച് നമ്മളിത് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തും ശരീരത്തും ഒക്കെ ഉള്ള ടാനും കാര്യങ്ങളും ഒക്കെ മാറി സ്കിൻ മൊത്തം ഒരു ഗ്ലോ വരാൻ സഹായിക്കും, തിളക്കം വരാൻ സഹായിക്കും. ഇപ്പോൾ ദാ മുഖത്തിട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ പൊട്ടൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. നല്ലൊരു മസാജ് കൊടുക്കാം. എല്ലാം നല്ല പോലെ അരച്ചത് കൊണ്ടും അരിപ്പൊടി ആയതുകൊണ്ടും ഒക്കെ ഉണ്ടല്ലോ, നല്ല മിനുസാണിത്. നമുക്ക് നല്ലൊരു മസാജിങ് ക്രീം പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ളൊരു ഉണ്ടോ, നല്ല സ്മൂത്താണിത്. നല്ല ഒരു മസാജ് കൊടുക്കുക. നിങ്ങൾക്കൊരു 5 മിനിറ്റ് വരെയൊക്കെ ഒരു മസാജ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. സ്കിന്നിലേക്ക് ഇത് നല്ലപോലെ വലിച്ചെടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല മോയ്സ്ചറായിരിക്കുകയും. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്, അങ്ങനെ ഒരു ഡ്രൈനെസ്സോ കാര്യങ്ങളോ നമുക്ക് സ്കിന്നിൽ വരില്ല. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. നമ്മുടെ സ്കിന്നിന് അതൊക്കെ നല്ലൊരു റിസൾട്ടാണ് തരിക. എപ്പം മസാജ് കൊടുക്കണം, മുകളിലേക്കായിട്ട് മസാജ് കൊടുക്കുക. കണ്ണിൻ്റെ ഉള്ളിലേക്ക് തെറിച്ചു കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണേ. ഞാൻ വീഡിയോ എടുക്കുകയല്ലേ കൊണ്ട് നമ്മൾ കണ്ണ് തുറന്ന് മസാജ് ചെയ്യുമ്പോൾ തെറിച്ചു പോകും കണ്ണിക്ക്. ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റോളം ഒരു മസാജ് കൊടുത്തു. സ്കിൻ നല്ല മോയ്സ്ചറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോഴും, കാരണം നമ്മൾ ആ തേങ്ങാപ്പാൽ ചേർത്തതിൻ്റെയാണ്. ഇനി നമുക്കിത് നല്ല കട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 20 മിനിറ്റൊക്കെ നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ. കണ്ണിൻ്റെ അടിയിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലുള്ളത് കൊണ്ട് തന്നെ ഡ്രൈ ആവുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിളൊക്കെ പോകാൻ ഇത് നമ്മൾ നല്ലപോലെ സഹായിക്കും. ശരിക്കും ഇങ്ങോട്ട് വാരി ഇങ്ങോട്ട് പൊത്തിക്കോട്ടോ. അത്രയും നല്ല അടിപൊളിയാണ്. നമുക്കിതൊരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമൊന്നുമില്ല, കാരണം നമ്മൾ നല്ല ശരിക്കും നല്ല കട്ടിക്കാണല്ലോ ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ളത് നിങ്ങളുണ്ടെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കുക. കുളിക്കുമ്പോൾ പിറ്റേ ദിവസം കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ ഡെയിലി നിങ്ങൾക്ക് മുഖത്ത് തേക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു ഡപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല, നിങ്ങളിത് ഉപയോഗിക്കണം കേട്ടോ.
നല്ല കട്ടിക്കിട്ട് കൊടുക്കുക. 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് മൊത്തം നമ്മുടെ സ്കിന്ന് വലിച്ചെടുത്ത് നമുക്കതിൻ്റെ ആ ഒരു തിളക്കം നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ കഴുത്തിലിടണില്ല, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വയ്ക്കും. കുളിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം നമ്മൾ കുളിക്കുമ്പോഴോ, ഇപ്പോൾ ഞാൻ കുളി കഴിഞ്ഞു. കുളിക്കാത്തവരാണെന്നുണ്ടെച്ചാൽ നിങ്ങൾ കുളിക്കണതിന് മുമ്പ് ഉപയോഗിക്കണമെന്നുണ്ടെച്ചാൽ നിങ്ങൾ ശരീരം മൊത്തം ഇത് തേക്കുക. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള ടാനൊക്കെ മാറാനും അഴുക്കൊക്കെ നല്ലപോലെ പോകും. സോപ്പൊന്നും തേക്കേണ്ട ആവശ്യമില്ല, സോപ്പിനേക്കാളും നല്ലതാണ്. നമ്മൾ കുളിക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, അതിന് ശേഷം നമുക്കതിൻ്റെ റിസൾട്ട് കാണാം. മുഖത്തിട്ടിട്ട് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഡ്രൈ ആയിട്ട് ഞാനിത് കഴുകിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു. മുഖത്തിന് നല്ലൊരു തിളക്കം, നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാൻ സഹായിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. അത്രയും നല്ല അടിപൊളി ഗ്ലോയാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെയെന്ന് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.